നമ്മൾ പുതിന നട്ടതൊക്കെ ഒരു പ്രാവശ്യം കാണിച്ചിരുന്നു. പിന്നീട് നമ്മളതിൻ്റെ അപ്ഡേറ്റ് ചെയ്തില്ല. അപ്പോൾ അത് നന്നായിട്ട് വളർന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് കളയും പിന്നെ ചീരയും കൂടി വളർന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നട്ടത് പുതിനയാണ്, പക്ഷേ ചീരയാണ് കൂടുതലായിട്ട് വളർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു വിള നട്ടിട്ടുണ്ടെങ്കിൽ ആ വിളയാണ് നമ്മൾ ആശ്രയിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ചീരയും കൂടി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചീരകളൊക്കെ നമ്മൾ പിഴുതെടുക്കുകയാണ് ആവശ്യത്തിന്. എന്നിട്ട് പുതിനയൊന്ന് ഫ്രീ ആക്കി നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കുന്നതെന്ന് മാത്രം. എങ്ങനെയാണ് എത്ര പുതിന വളർന്നു എന്നൊക്കെ നമുക്കിതിൽ കുറേയൊക്കെ കാണാം. നല്ല രീതിയിലുള്ള വളർച്ചയൊക്കെ ഉണ്ട്. നമ്മളിതിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ പുല്ലിൻ്റെ ഇടയിലായതുകൊണ്ട്, ചീരയുടെയും പുല്ലിൻ്റെയും ഇടയിലായതുകൊണ്ടൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ പുല്ലും ചീരയൊക്കെ ഒന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ കുറച്ച് സമയമെടുത്ത് തന്നെ പറിക്കേണ്ടി വരും. അത്രയ്ക്കും പുല്ലുകളും ചീരയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വളരും. പുതിനയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ചെയ്യാൻ കഴിയും, മഴയില്ലാത്ത സമയത്ത്. മഴക്കാലത്ത് പിന്നെ അതിനൊന്നും കഴിയില്ല. മഴയില്ലാത്ത സമയത്ത് വെയിലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പറമ്പിൽ ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരും. അപ്പോൾ പുല്ലൊക്കെ കുറേയൊക്കെ നീങ്ങിയപ്പോൾ നമുക്കതിൻ്റെ പുതിനയൊക്കെ ഒരുവിധം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇനി ഇത് കൂടുതൽ ഇതിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ പുതിന എങ്ങനെ വളരും എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം നമ്മളിതിങ്ങനെ ചെയ്യാൻ കാരണം പലയിടത്തും ഇങ്ങനെ പറമ്പിലിങ്ങനെ തെങ്ങും തോപ്പിലിങ്ങനെ നിറയെ ഉണ്ടാക്കിയിട്ട് അരിഞ്ഞു കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയതാണ്, നമ്മളെവിടെ അതുപോലെ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ കണ്ട അവസ്ഥയിൽ നല്ല രീതിയിൽ ഉണ്ടാവും. പക്ഷേ വേനൽക്കാലത്ത് കഴിയുള്ളൂ, വർഷക്കാലത്ത് കഴിയില്ല. പിന്നെ കൂടുതൽ കളകളാണ് നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടാകുന്നത്. അത് ചീരയായാലും പുല്ലായാലും ഒക്കെ എന്ത് നട്ട് കഴിഞ്ഞാലും കൂടുതൽ കളകളാണ് ഉണ്ടാവില്ല. അപ്പോൾ ഈ കളകൾ പറിച്ച് നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ ബാക്കിയെല്ലാം ക്ലിയറാണ്. അപ്പോൾ പുതിനയൊക്കെ എത്ര കണ്ട് വളർന്നു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ പടർന്ന് പിടിച്ച് വരിക. അപ്പോൾ ഇങ്ങനെ നല്ല വെയിലുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ആവശ്യത്തിന് എടുക്കും ചെയ്യാം, പിന്നെ ആവശ്യക്കാർക്ക് കൊടുക്കും ചെയ്യാം. അപ്പോൾ 2 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി കാണാം.